ദുരന്തങ്ങൾക്ക് ലഭിക്കേണ്ട സഹായമായിരുന്നാലും വിദ്യാഭ്യാസത്തിന് ലഭിക്കേണ്ട സഹായമായിരുന്നാലും എല്ലാ രംഗത്തും ലഭിക്കേണ്ട സഹായം എല്ലാം വെട്ടി ചുരുക്കിയിരിക്കുകയാണ്. മൂന്നാമത്തെ പ്രാവശ്യമാണ് മുഖ്യമന്ത്രി തെരുവിലിറങ്ങി സമരം നടത്തേണ്ട സാഹചര്യം ഉണ്ടാവും. വളരെ മര്യാദയിലുള്ള മുദ്രാവാക്യമാണ് ജനാധിപത്യ സംവിധാനത്തിന് കാര്യം. കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിൽ കാണിക്കുന്ന അവഗണന, കേരളത്തിന് ന്യായമായി ലഭിക്കേണ്ട സാമ്പത്തിക സഹായം എല്ലാ നിലയിലും കേരളത്തെ അവഗണിക്കുന്ന സമീപനമാണ് എടുത്തിരിക്കുന്നത്. അതിനെതിരായിട്ടുള്ള സമരമാണ്. നമസ്കാരം. കേന്ദ്ര സർക്കാരിനെതിരെ അതിശക്തമായ സമരവുമായി CPM സംസ്ഥാന നേതൃത്വവും മുഖ്യമന്ത്രി നിലവിൽ എത്തിയിരിക്കുകയാണ്. എന്തായാലും ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരത്തെ രക്തസാക്ഷി മണ്ഡപത്തിലാണ്. അവിടെ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ കേന്ദ്രത്തിനെതിരെ അതിശക്തമായ സമരം ഇന്ന് ആരംഭിക്കുകയാണ്. എന്തായാലും നിരവധി മന്ത്രിമാരെല്ലാവരും തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാ മന്ത്രിമാരും എത്തിച്ചേർന്നിട്ടുണ്ട്. GR അനിൽ, സജി ചെറിയാൻ MLA, കടകംപള്ളി സുരേന്ദ്രൻ, ശിവൻകുട്ടി എന്നിവരെല്ലാം, വിദ്യാഭ്യാസ മന്ത്രി എന്നിവരെല്ലാം തന്നെ നിലവിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. ഇനി മുഖ്യമന്ത്രിയാണ് ഇവിടെ എത്തിച്ചേരാൻ ഉള്ളത്. എന്തായാലും കേന്ദ്രത്തിൻ്റെ ഗൂഢ നീക്കത്തിനെതിരെ ആണ് ഇത്തരത്തിലൊരു സമരവുമായി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് CPMൻ്റെ മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ എത്തിച്ചേർന്നിരിക്കുന്നത്. നമ്മളോടൊപ്പം ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയായ ശ്രീ ശിവൻകുട്ടി ചേരുന്നു. സാർ നമസ്കാരം. കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിൽ കാണിക്കുന്ന അവഗണന, കേരളത്തിന് ന്യായമായി ലഭിക്കേണ്ട സാമ്പത്തിക സഹായം എല്ലാ നിലയിലും കേരളത്തെ അവഗണിക്കുന്ന സമീപനമാണ് എടുത്തിരിക്കുന്നത്. അതിനെതിരായിട്ടുള്ള സമരമാണ്. ഈ ദുരിതബാധിതർക്കടക്കം നൽകുന്ന ഈ വീടുകളുടെ ദുരന്തങ്ങൾക്ക് ലഭിക്കേണ്ട സഹായമായിരുന്നാലും വിദ്യാഭ്യാസത്തിന് ലഭിക്കേണ്ട സഹായമായിരുന്നാലും എല്ലാ രംഗത്തും ലഭിക്കേണ്ട സഹായം എല്ലാം വെട്ടി ചുരുക്കിയിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അതിനെതിരായിട്ടുള്ള പോരാട്ടമാണ്. ഇത് മൂന്നാമത്തെ പ്രാവശ്യമാണ് മുഖ്യമന്ത്രി തെരുവിലിറങ്ങി സമരം നടത്തേണ്ട സാഹചര്യം ഉണ്ടാവും. സമരം ചെയ്തതുകൊണ്ട് മാത്രം ഒരു ഉപകാരം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയുണ്ടോ സാർ? ജനാധിപത്യ സംവിധാനത്തിൽ നമുക്ക് സമരമല്ലാതെ വേറെ എന്താ മാർഗമുള്ളത്? അത് ഞങ്ങൾ വളരെ മര്യാദയിലുള്ള മുദ്രാവാക്യമാണ് ജനാധിപത്യ സംവിധാനത്തിൻ്റെ കാര്യം. എന്തായാലും വളരെ നന്ദി പ്രതികരിച്ചതിൽ. നിരവധി വിഷയങ്ങളാണ് എന്തായാലും മന്ത്രി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള CPMൻ്റെ മുതിർന്ന നേതാക്കളും മന്ത്രിമാരും എല്ലാവരും തന്നെ ഉന്നയിക്കുന്നത്. കേന്ദ്രത്തിൻ്റെ ഈയൊരു ഗൂഢനീക്കത്തിനെതിരെയും സാമ്പത്തിക ഉപരോധത്തിന് എതിരെയുമാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള സമരവുമായി സംസ്ഥാന CPM നേതൃത്വം രംഗത്ത് വന്നിരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയാണ് ഈ ഒരു സമരത്തിന് നേതൃത്വം നൽകുന്നത്. നിരവധി മന്ത്രിമാർ നിലവിലിപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അല്പസമയത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈയൊരു പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുന്നതുമാണ്. എന്തായാലും നിരവധി ആവശ്യങ്ങളാണ് സംസ്ഥാനം ആവശ്യപ്പെടുന്നത്. അതായത് കേന്ദ്രത്തിനോട്, അതായത് സാമ്പത്തിക ഉപരോധം എന്നിവയ്ക്കെതിരെയാണ് നിലവിലിപ്പോൾ സമരവുമായി സംസ്ഥാന സർക്കാർ തന്നെ നിലവിലിപ്പോൾ കേന്ദ്ര സർക്കാരിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. ശ്രീ ശിവൻകുട്ടി നമ്മളോട് പ്രതികരിച്ചതുപോലെ നിരവധി, അതായത് വയനാട്ടിലുണ്ടായ ദുരന്തത്തിൽ ഉൾപ്പെടെ കേന്ദ്രം സംസ്ഥാനത്തെ സഹായിക്കാൻ തയ്യാറായില്ല. പ്രധാനമന്ത്രി ഉൾപ്പെടെ വന്നുവെങ്കിലും സന്ദർശനം നടത്തിയെങ്കിലും അതിന് യാതൊരുവിധ പരിഹാരം ഒന്നും തന്നെ കാണുവാൻ തയ്യാറായിട്ടില്ല. അതിലെല്ലാം തന്നെ ചില സാങ്കേതികമായുള്ള കാരണം കേന്ദ്രവും ഉന്നയിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ക്യാമറമാൻ അഭിക്കൊപ്പം അമൽ രുദ്ര, മറുനാടൻ മലയാളി, തിരുവനന്തപുരം.